അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ലക്ഷദ്വീപിലും പ്രചാരണം അതിൻ്റെ പാരമ്യത്തിലെത്തിയിട്ടുണ്ട്. NCPയിലെ രണ്ട് വിഭാഗങ്ങളിലെയും സ്ഥാനാർത്ഥികൾ നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ലക്ഷദ്വീപിൽ ഇത്തവണയുള്ളത്. വോട്ട് പിടിക്കാൻ സ്ഥാനാർത്ഥികൾ വാഹനങ്ങളിൽ ചീറിപ്പായുന്നു എന്നാണ് അവിടെ നിന്ന് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കരയിൽ മാത്രമല്ല കടലിലും പ്രചാരണം പൊടിപൊടിക്കുന്നു. രാജ്യത്തെ ഏറ്റവും ചെറിയ മണ്ഡലമായ ലക്ഷദ്വീപിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലാണ്. ഈ മാസം 19-നാണ് തെരഞ്ഞെടുപ്പ്. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഗ്രഹസന്ദർശനവും സ്ഥാനാർത്ഥി പര്യടനവുമൊക്കെയുണ്ട്. കരയിൽ മാത്രമല്ല കടലിലും. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാത്രി വൈകിയും സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്തുണ്ട്. NCP ശരത് പവാർ വിഭാഗം സ്ഥാനാർത്ഥിയും നിലവിലെ MPയുമായ മുഹമ്മദ് ഫൈസൽ, കോൺഗ്രസിന്റെ ഹംദുള്ള സെയ്ദ്, NDA സ്ഥാനാർത്ഥിയായ NCP അജിത് പവാർ വിഭാഗത്തിലെ TP യൂസുഫ് എന്നിവരാണ് ദ്വീപിൽ മത്സരത്തിനായി അങ്കത്തട്ടിലുള്ളത്. ഇത്തവണ ദ്വീപ് പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഈ കഴിഞ്ഞ 10 കൊല്ലം നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും നമ്മൾ തിരികെ പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോട് ജയിച്ചു പോകണം. കേന്ദ്രത്തിൽ കോൺഗ്രസ് പാർട്ടി ഭരണത്തിൽ വരണം. ലക്ഷദ്വീപ് ജനത ഈ പ്രാവശ്യവും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ NCP വിജയിച്ച് വരണമെന്നുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഈ പ്രസ്ഥാനത്തിന് വിശ്വാസം അർപ്പിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അടുത്തിടെ ദ്വീപിലുണ്ടായ പരിഷ്കാരങ്ങളും തുടർന്നുണ്ടായ ജനങ്ങളുടെ പ്രതിഷേധവുമൊക്കെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിഷയമാണ്. ലക്ഷദ്വീപിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലാണ്. 3 സ്ഥാനാർത്ഥികളും വലിയ ആത്മവിശ്വാസത്തിലും. ദ്വീപ് ഇക്കുറി ആരെ പിന്തുണയ്ക്കുമെന്നത് കാത്തിരുന്നു കാണാം. വിനീത VG, 24, കൊച്ചി.